കള്ളനോട്ടും കള്ളപ്പണവും രാജ്യത്തിനെതിരായ യുദ്ധമെന്ന ബി.ജെ.പി. നിലപാടിനെ പ്രതിരോധത്തിലാക്കുമോ തൃശൂരിലെ കള്ളനോട്ട് ബന്ധം? ശ്രീ ജെ.ആർ. പത്മകുമാർ, തൃശൂർ കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് ഇന്നലെ പിടിയിലായ ഒരാൾ, ഇനി ഒരാളെ കൂടി പിടികിട്ടാനുണ്ട്. വീട്ടിൽ കള്ളനോട്ടടിച്ച് വിതരണം ചെയ്യുകയാണ് ഉണ്ടായത്. ഇവർക്കാകട്ടെ ബി.ജെ.പിയുമായി വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത്. പുറത്താക്കി എന്നത് ശരി തന്നെയാണ്. പക്ഷേ ഈ പണം ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിൻ്റെ പരിപാടികളിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന സംശയം ഉയർത്തുന്നുണ്ട്. ഇവരുമായി ആ തരത്തിലുള്ള പണമിടപാടുകൾ ഉണ്ടായിട്ടില്ല എന്ന് ഉറച്ചു പറയുവാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിയുമോ? വളരെ വ്യക്തമല്ലേ. ഇത് പാർട്ടിയുമായി പാർട്ടിയുടെ ഏറ്റവും താഴെ തട്ടിലുള്ള ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ ഇത്തരത്തിലുള്ളൊരു മോശപ്പെട്ട അല്ലെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യത്തിൽ ഇടപെട്ടു എന്നുള്ളത് വസ്തുതയാണ്. അത് മനസ്സിലാക്കിയോടെ തന്നെ പാർട്ടി അവർക്കെതിരെ നടപടിയെടുത്തു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിങ്ങൾ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാലറിയാം, എല്ലാം കറക്റ്റായി കണക്ക് കൊടുക്കുന്ന ഓഡിറ്റ് ചെയ്യുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എവിടെ നിന്നാണ് പൈസ വരുന്നത്, ഞങ്ങളെങ്ങനെയാണ് ചിലവാക്കുന്നതിനെ സംബന്ധിച്ച് കണക്ക് സർക്കാരിൻ്റെ കയ്യിലുണ്ട്, ഞങ്ങളുടെ കണക്കിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഇത്തരം ബാലിശ്യങ്ങളായ ഒരു ചർച്ച യഥാർത്ഥത്തിൽ ഇന്ന് കേരളം നേരിടുന്ന ഈ കർഷക ആത്മഹത്യ പോലുള്ള വലിയ പ്രശ്നങ്ങൾ, അതിൽ സർക്കാർ എടുത്ത നിലപാടുകൾ, അതിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടുവാൻ വേണ്ടിയിട്ടുള്ളൊരു ബോധപൂർവ ശ്രമമല്ലേ. ഏതെങ്കിലും ഒരു ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടോ? സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുത്തു, ആ തീരുമാനത്തിൻ്റെ അടിയിൽ ബി.ജെ.പിയുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ആരുടെയെങ്കിലും വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അവർ നടത്തുന്ന ഇത്തരത്തിലുള്ള കള്ളനോട്ടടി പ്രസ്ഥാനങ്ങളിൽ നിന്നോ ആണ് ഇങ്ങനെ പണം പിടിക്കുന്നത് എങ്കിൽ, കള്ളനോട്ടുകൾ പിടിക്കുന്നത് എങ്കിൽ ബി.ജെ.പിയുടെ നിലപാട് എന്തായിരിക്കും? അവിടെ ബി.ജെ.പി. പറയാൻ പോകുന്നത് ഇത് തീവ്രവാദ ആവശ്യത്തിന് വേണ്ടിയുള്ള കള്ളനോട്ടടിയാണ്, രാജ്യദ്രോഹമാണ് ഇവർ നടത്തുന്നത്, ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. ഉറപ്പാണ് അങ്ങനെ ആയിരിക്കും ബി.ജെ.പി. പറയുന്നത്. ഇവിടെ എന്തിന് മറിച്ചുള്ള നിലപാട്? അല്ല, അങ്ങനെ അത്തരത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഇട നൽകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇതിൻ്റെ പേരിൽ അതിനെ ലഘൂകരിച്ച് കാണുന്നതിന് ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണല്ലോ ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാർ ബന്ധപ്പെട്ട് ഏകദേശം 2000 കോടി രൂപ അടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുമായി വന്ന തമിഴ്നാട്ടുകാരനെ പിടിച്ച് കേസെടുത്തു. ഇതൊക്കെ ഒരു ചർച്ചയായില്ലല്ലോ. അപ്പോൾ ഇത് അതേക്കുറിച്ച് അന്വേഷണവും നടക്കുന്നുണ്ട്. ബാംഗ്ലൂരിൽ നിന്നും ഈ അച്ചടി യന്ത്രങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. ചൈനീസ് നിർമ്മിത യന്ത്രങ്ങൾ കണ്ടെത്തിയ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത യന്ത്രങ്ങളായിരുന്നു അവയൊക്കെ. ഇതിൽ ബി.ജെ.പിയുടെ നിലപാട് അങ്ങനെ തന്നെയാണ്, ഇത് കണ്ടെത്തണമെന്ന് തന്നെയാണല്ലോ. ഇവിടെ അങ്ങനെയെങ്കിൽ ഇവർക്കുള്ള ബന്ധവും കണ്ടെത്തേണ്ടതല്ലേ? എന്തുകൊണ്ട് ഇങ്ങനെയുള്ള തീവ്രവാദ ബന്ധമൊന്നും ഉണ്ട് എന്ന് പറയുവാൻ ബി.ജെ.പി. തയ്യാറാകുന്നില്ല? ഞങ്ങളല്ലല്ലോ പറയേണ്ടത്, ഗവൺമെന്റ് പറയട്ടെ, അന്വേഷിക്കട്ടെ. ആഭ്യന്തര വകുപ്പ് കയ്യിലുണ്ട്, ഇന്റലിജൻസ് ഉണ്ട്, ബാക്കി കാര്യങ്ങളുണ്ട്. ഞങ്ങളെ അകലെ 21 ലക്ഷം മെമ്പർമാരുള്ളിടത്ത് ഏതെങ്കിലും ഏറ്റവും താഴെത്തട്ടിലുള്ള ഏതെങ്കിലും പ്രവർത്തകന് ഇതുമായി ബന്ധമുണ്ട് അല്ലെങ്കിൽ ഇത്ര ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കട്ടെ. ഞങ്ങൾ ആ അറിഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹത്തിനെതിരായിട്ട് നടപടിയെടുക്കുകയും പാർട്ടിയുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തും നടപടിയെടുക്കുന്നതിന് ഞങ്ങളെതിരൊന്നുമല്ല. ഇതുകൊണ്ട് ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ മറ്റു രീതിയിലുള്ള പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ വിധ്വംസക പ്രവർത്തനങ്ങളെ അതിനെ ലഘൂകരിച്ച് കാണരുത് എന്നുള്ളതാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. ഇവർ ചെറിയ പ്രവർത്തകർ എന്ന രീതിയിൽ തന്നെയാണോ നിലപാട് ബി.ജെ.പിയുടെ ഇപ്പോഴും? താഴെ തട്ടിലുള്ള സാധാരണക്കാരായ പ്രവർത്തകർ, ബൂത്ത് പ്രവർത്തകർ, ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന, അതല്ലാതെ അദ്ദേഹത്തിന് പാർട്ടിയുടെ വേറൊരു ഔദ്യോഗിക പാർട്ടി ബി.ജെ.പി. എന്ന് പറഞ്ഞ ഔദ്യോഗിക സംഘടനയിൽ യാതൊരു ഉത്തരവാദിത്വമില്ല. ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ബൂത്ത് യുവമോർച്ചയുടെ പ്രവർത്തകനായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. ശ്രീ കെ.വി. അബ്ദുൽ ഖാദർ എം.എൽ.എ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന 2 ബി.ജെ.പിയുടെ സാധാരണ നേതാക്കൾ ഇവരുടെ വീട്ടിൽ നിന്നും കള്ളനോട്ടുകളും കള്ളനോട്ടടിക്കുന്ന യന്ത്രവും പിടിച്ചെടുത്തു എന്ന് കരുതി അത് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെ ചെയ്തതാണ് എന്ന ആരോപണം CPM ഉന്നയിക്കുന്നതും ബി.ജെ.പി. സംസ്ഥാന നേതാക്കളുമായുള്ള ബന്ധം വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നതും? ശ്രീ പത്മകുമാർ ഇപ്പോൾ പറഞ്ഞ കാര്യം ബി.ജെ.പി. അകപ്പെട്ടിട്ടുള്ള ഒരു വിഷമസ്ഥിതിയുടെ തെളിവാണ്. പകൽ മുഴുവൻ കള്ളപ്പണത്തിനെതിരായിട്ടുള്ള പ്രചരണം, രാത്രി മുഴുവൻ കള്ളനോട്ടടിയും. ഇതായിരുന്നല്ലോ കൊടുങ്ങല്ലൂരിൽ നടന്നിരുന്നത്. ബി.ജെ.പിയുടെ സംസ്ഥാന നേതാക്കളുമായിട്ടെല്ലാം സൗഹൃദ ബന്ധവും അവരുമായിട്ട് അടുത്ത ബന്ധവുമുള്ള യുവമോർച്ചയുടെ നേതാവ്, മറ്റു മോർച്ചകളുടെ നിയോജകമണ്ഡലം സെക്രട്ടറി ഒക്കെ ആയിട്ടുള്ള ആൾ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകനാണ് എന്ന് ശ്രീ ജെ.ആർ. പത്മകുമാർ പറയുന്നത് തന്നെ വാസ്തവവിരുദ്ധമാണ്.
സത്യത്തിൽ കൊടുങ്ങല്ലൂർ മേഖലയിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് നടത്തിയിരുന്ന വൻ ധൂർത്ത് ആളുകൾ വലിയ സംശയം ഉണ്ടാക്കിയിരുന്നു. ബി ജെ പിയുടെ ലേബലിൽ ബി ജെ പിയുടെ മുഖമായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് ഈ സഹോദരങ്ങളും അവരുടെ ബന്ധപ്പെട്ട ആളുകളും. ഇവിടെ 2000 രൂപയുടെയും 500 രൂപയുടെയും ഒക്കെ നോട്ട് എത്ര സമർത്ഥമായിട്ടാണ് ഇവർ തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കൾ ദേശീയതയെക്കുറിച്ചും അതുപോലെ തന്നെ ദേശവിരുദ്ധരെക്കുറിച്ചുമൊക്കെയുള്ള ബ്രാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ സ്വന്തം പാർട്ടിയിലുള്ള നേതാക്കൾ, അവർ ബൂത്ത് തലത്തിലുള്ളവരല്ല, ആ തീരദേശത്തെ ഏറ്റവും അറിയപ്പെടുന്ന ആളുകൾ, അവർ നടത്തിയ ഈ സംഭവം അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. ഇവരടിച്ചു വെച്ച പണത്തിൽ നിന്ന് എത്ര സംഖ്യ ചെലവഴിച്ചു ഇവരുടെ പ്രവർത്തനങ്ങൾക്കെന്ന് വ്യക്തമാക്കേണ്ടത് ശ്രീ പത്മകുമാറും പാർട്ടി നേതാക്കളുമാണ്. കൊടുങ്ങല്ലൂരിൽ ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണാൻ പറ്റില്ല. അവിടെ എത്രയോ കാലമായിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ കെ വി അബ്ദുൽ ഖാദർ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ തൃശ്ശൂരിൽ പാർട്ടിക്ക് കഴിയാതെ വരുന്നത്? ഇവർ എന്തെല്ലാം ഇടപാടുകൾ ഇതിനു മുൻപ് നടത്തിയിട്ടുണ്ട്? ഇത്തരത്തിലുള്ള കള്ളപ്പണ ഇടപാടുകളുടെ പേരിൽ ഇതിനു മുൻപ് സംശയത്തിന്റെ നിഴലിലായിരിക്കുകയോ പോലീസ് കേസിൽ പെടുകയോ ചെയ്തിട്ടുള്ളവരാണോ ഇവർ? ബി ജെ പി നേതൃത്വം പറയുന്നത് ഇവരുടെ അത്തരത്തിലുള്ള ക്രിമിനൽ നടപടികളെക്കുറിച്ച് അറിവ് ഉണ്ടായിരുന്നില്ല ബി ജെ പി നേതൃത്വത്തിന് എന്നാണ്. അതായത് ഇവർ കേസുകളിൽ പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ വിശദീകരണം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട ആളുകൾ പാർട്ടിയിൽ ഉള്ള കാര്യം അറിയാൻ പാടില്ലായിരുന്നു. ഇതാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. മാത്രമല്ല, ഇങ്ങനെയൊരു സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ആരുടെയും ആവശ്യമുണ്ടാകുന്നതിന് മുൻപ് തന്നെ നടപടിയും എടുത്തു പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട്. മുഖം രക്ഷിക്കാൻ ഒരു മാർഗമില്ല എന്ന് കണ്ടപ്പോൾ ചെയ്തൊരു അടവ് മാത്രമാണ്. കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരും. ഞാനൊരു കാര്യം പറയട്ടെ. കൊടുങ്ങല്ലൂരിൽ മാടത്ത് ഷാനു എന്ന് പറയുന്ന ഒരു ബി ജെ പിയുടെ കൊടുങ്ങല്ലൂർ ടൗൺ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഈ നോട്ട് മാറ്റകാലത്ത് 16 ലക്ഷം രൂപയുടെ പഴയ നോട്ടുകൾ പുതിയതാക്കി കൊടുക്കാം എന്ന് പറഞ്ഞ് എറണാകുളത്തെ ഒരു വ്യാപാരിയുടെ കയ്യിൽ നിന്ന് പുതിയ നോട്ട് പണം വാങ്ങി. ഈ വ്യാപാരി സമയത്തിന് ഇവർ തിരിച്ചു കൊടുക്കാതായപ്പോൾ എസ് പിക്ക് പരാതി കൊടുത്തു. പോലീസ് അന്വേഷണത്തിൽ ഇവർ ചെയ്ത ചതിയാണ്, ഈ നോട്ടുകെട്ടപ്പ് സംഘത്തിൽപ്പെട്ട ആളുകളാണെന്ന് തിരിച്ചറിയുകയും ഇവരെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ബി ജെ പി ഈ ഷാനു എന്ന് പറയുന്ന ആളെ അന്ന് പുറത്താക്കി. പക്ഷെ ഇപ്പോൾ ഷാനു എവിടെയുണ്ട് പറയാമോ ശ്രീ പത്മകുമാറിന്? കൊടുങ്ങല്ലൂരിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒറ്റപ്പെട്ടതാണ് എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ കള്ളനോട്ട് സംഘത്തിൽ പിടിക്കപ്പെട്ട ആളുകൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് വരവിൽ കവിഞ്ഞ ചെലവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ധൂർത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീനാരായണപുരം പഞ്ചായത്തിലും മതിലകത്തും കൊടുങ്ങല്ലൂരിലുമൊക്കെ വലിയ തോതിൽ പണമെറിഞ്ഞുകൊണ്ട് ഇവർ നടത്തിക്കൊണ്ടിരുന്ന ഈ കാര്യങ്ങൾ പാർട്ടി നേതൃത്വം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. ഇതിന് മറ്റൊരു മാനം കൂടിയുണ്ട്. ഇത് കേവല പ്രാദേശിക വിഷയമല്ല. ശ്രീ നരേന്ദ്രമോദിയും ബി ജെ പി നേതാക്കളും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? നോട്ട് പിൻവലിക്കൽ നടത്തിയത് കള്ളനോട്ട് തടയാൻ വേണ്ടിയിട്ടാണ്. 2000 രൂപ നോട്ട് വരുന്നതിന് മുമ്പ് ബി ജെ പിക്കാർ എന്തൊക്കെയാണ് പ്രചരിപ്പിച്ചിരുന്നത്? ഇതാ വരുന്നു പുതിയ നോട്ട്, പുതിയ സംവിധാനം, ഭൂമിക്കടിയിൽ കുഴിച്ചിട്ടാൽ പോലും തിരിച്ചറിയാൻ കഴിയുന്ന ഒട്ടേറെ സംവിധാനങ്ങൾ, ഒരിക്കലും കള്ളനോട്ട് അടിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള വീരവാദങ്ങൾ എവിടെ പോയി? അത് ഇപ്പോൾ ബി ജെ പിയുടെ നേതാക്കളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ കള്ളനോട്ട് അടിച്ചപ്പോൾ ഈ സംഘപരിവാരവും ബി ജെ പിയും നടത്തിക്കൊണ്ടിരുന്ന പ്രചാരവേലകൾ, ഈ പ്രചാരവേലകളുടെ അവരുടെ റോൾ എന്താണ് എന്ന് കൃത്യമായി വ്യക്തമാക്കുന്നതാണ്. പക്ഷേ ശ്രീ കെ വി അബ്ദുൽ ഖാദർ, ഇവിടെ പോലീസിൽ നിന്ന് കിട്ടുന്ന വിവരമനുസരിച്ച് അത്യന്താധുനിക സൗകര്യം ഉപയോഗിച്ചൊന്നുമല്ല ഈ കള്ളനോട്ട് സംഘം വിലസിയിരുന്നത്. അവർ വീട്ടിൽ കള്ളനോട്ട് അടിച്ചിരുന്നത് സാധാരണ രീതിയിലായിരുന്നു. ഇത് ആർക്ക് കണ്ടാലും ബോധ്യപ്പെടുന്ന രീതിയിൽ പോലുമായിരുന്നു ഈ നോട്ടുകൾ. അതല്ലാതെ കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ പിടിച്ചതുപോലെ ബാംഗ്ലൂരിൽ നിന്നും ആധുനിക സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അടിച്ച നോട്ടുകൾ ആയിരുന്നില്ല. അത് വിദേശ നിർമ്മിത യന്ത്രങ്ങളിലാണ് അടിച്ചിരുന്നത്. ഈ അടുത്ത ദിവസം ഇടുക്കിയിൽ പിടികൂടിയത് അതുപോലെ ആയിരുന്നില്ല ശ്രീനാരായണപുരത്ത് നിന്ന് പിടികൂടിയ കള്ളനോട്ടുകൾ എന്ന്. അത് തീരദേശത്ത് സാധാരണക്കാരുടെ ഇടയിലാണ് വിതരണം ചെയ്തതെന്നും പോലീസ് പറയുന്നു. അവിടെയാണ് തൃശ്ശൂർ ജില്ലയിലെ ബി ജെ പിയുടെ പ്രമുഖ പരിപാടികളിൽ ഈ സംഘമാണ് പണം നൽകിയിരുന്നത് എന്ന ആരോപണം CPM ഉന്നയിക്കുന്നത്. അതെ മഞ്ജുഷ്, ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ കള്ളനോട്ട് അടി മാത്രമല്ല, കള്ളനോട്ട് വിതരണവും അത് ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നതും വിൽക്കുന്നതും ദേശദ്രോഹമാണ്.
പിന്നെ മെഷീൻ എത്രമാത്രം സാങ്കേതിക മേന്മയുള്ളതായിരുന്നു എന്ന് പോലീസാണ്, അന്വേഷണ സംഘമാണ് വ്യക്തമാക്കേണ്ടത്. ഇവിടെ കള്ളനോട്ട് പിന്നെ വിൽപ്പന, കള്ളനോട്ട് പ്രചരിപ്പിക്കുക, അതടിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദേശദ്രോഹമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ തകർക്കുന്ന, ഈ രാജ്യത്തെ സ്വതന്ത്രമായ എല്ലാ സംവിധാനങ്ങളെയും തകർക്കുന്നതാണ് കള്ളനോട്ട് പ്രചാരണം. അത്തരത്തിൽ നടത്തിയ ഒരു സംഭവത്തെ നമുക്ക് ഒരിക്കലും ലാഘവത്തോടെ കാണാൻ വേണ്ടി പറ്റില്ല. ഇവിടെ പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് പിടിച്ചെടുത്ത തലത്തിലുള്ള സംവിധാനമാണോ അല്ലയോ എന്നത് ഇവിടെ പ്രസക്തമല്ല. ഇവിടെ അച്ചടിച്ച നോട്ടുകൾ പ്രാദേശികമായിട്ട് വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ടോ, സംസ്ഥാന തലത്തിൽ എവിടെയെല്ലാം കൊടുത്തിട്ടുണ്ട്, BJPയുടെ സംഘടനാ സംവിധാനത്തിലൂടെ ഇതിന് വിതരണം നടന്നിട്ടുണ്ടോ? കാരണം ഇവർക്ക് നേതാക്കൾക്കൊന്നും അറിയില്ല എന്നാണല്ലോ പറഞ്ഞിരുന്നത്. സംഘടനാ സംവിധാനത്തിലൂടെ ഇത് എവിടെയെല്ലാം എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ പിന്നെ പിടിക്കപ്പെട്ട ആളുകൾ ചെറിയ ആളുകളല്ല. ശ്രീ AN രാധാകൃഷ്ണനോടൊത്തുള്ള ഫോട്ടോ, ശ്രീ K സുരേന്ദ്രനുമായിട്ടുള്ള ഫോട്ടോ, ശ്രീ VV രാജേഷുമൊത്തുമുള്ള ഫോട്ടോ, ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെയേറെ പ്രചാരത്തിലുണ്ട് ഇപ്പോൾ. പക്ഷേ ഈ ഫോട്ടോയുടെ കാര്യത്തിൽ അത്രമാത്രം CPM അത്രമാത്രം ബലം കൊടുക്കേണ്ട കാര്യമുണ്ടോ? ആർക്ക് വേണമെങ്കിലും ഫോട്ടോകൾ എടുക്കാവുന്നതാണ്. BJPയുടെ ഒരു സാധാരണ പ്രവർത്തകന് പോലും വലിയ നേതാക്കളുടെ ഫോട്ടോകൾ എടുക്കുവാൻ കഴിയാവുന്നതാണ്. പക്ഷേ ഈ BJP സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയും അവർ കണ്ണടച്ചും അല്ലെങ്കിൽ അവർ വഴിയുള്ള പണമിടപാട് പോലും നടന്നിട്ടുണ്ട് എന്നാണ് CPM ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ വലിയ രീതിയിലുള്ള അന്വേഷണം വേണമെന്ന് CPM ആവശ്യപ്പെടുന്നത്. CPM ജില്ലാ സെക്രട്ടറി K രാധാകൃഷ്ണൻ ഇക്കാര്യം ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തതാണ്. പക്ഷേ BJP ഇപ്പോഴും പറയുന്നത് 2 പിള്ളേർ നടത്തിയ ഇടപാട് എന്ന് മാത്രമാണ്. അങ്ങനെ 2 പിള്ളേർ നടത്തിയൊരു ഇടപാടല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ വിശദീകരിച്ചത്. അവർ കേവലം 2 പിള്ളേരല്ല, തീരദേശ മേഖലയിലെ അറിയപ്പെടുന്ന യുവമോർച്ചയുടെയും BJPയുടെയും നേതാക്കൾ തിരുവനന്തപുരത്തുള്ള ശ്രീ പത്മകുമാറിന് പിള്ളേരാണ് എന്ന് പറഞ്ഞാൽ നാട്ടിലാരും വിശ്വസിക്കാൻ പോകുന്നില്ല. ഇവിടെ എല്ലാവർക്കും അറിയാം, അറിയപ്പെടുന്ന ആളുകളാണ്. കഴിഞ്ഞ കുറേ കാലമായിട്ട് ധൂർത്ത് നടത്തുന്ന, പണം ധാരാളമായിട്ട് വിതരണം ചെയ്യുന്ന ഈ ആളുകളെ നേതൃത്വം അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞാൽ അതാർക്കും വിശ്വസിക്കാൻ പറ്റില്ല. ഇവിടെ മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഭാരതീയ ജനതാ പാർട്ടിയെ പോലൊരു പാർട്ടി അവർക്കെതിരായിട്ടുള്ള നയം സംസാരിക്കുന്നവരെ മുഴുവൻ ദേശദ്രോഹികളെന്നും രാജ്യദ്രോഹികളെന്നും വിളിക്കുന്ന ആളുകൾ സ്വന്തം പാർട്ടിക്കകത്തായിരുന്നു ഈ ദേശദ്രോഹികൾ എന്ന കാര്യം വന്നപ്പോൾ അതേക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. ശ്രീ അബ്ദുൽ ഖാദർ താങ്കളിലേക്ക് വരാം. ശ്രീ CR നീലകണ്ഠൻ, ഇപ്പോൾ പാർട്ടിയിലെ 2 പ്രാദേശിക നേതാക്കളുടെ വീട്ടിൽ കള്ളനോട്ടടിയും കള്ളനോട്ട് മെഷീനും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് BJP സംസ്ഥാന നേതൃത്വം മുഴുവൻ ഈ കള്ളനോട്ടടി സംഘത്തിനൊപ്പമാണ്. ഇങ്ങനെ നിലപാടെടുത്തുകൊണ്ട് കള്ളപ്പണത്തിനും കള്ളനോട്ടിനും എതിരെയുള്ള BJPയുടെ ദേശീയ തലത്തിലുള്ള നിലപാടിനെ ചോദ്യം ചെയ്യാൻ കഴിയുമോ? അതെങ്ങനെ ചോദ്യം ചെയ്യാനാവും? അല്ല, കള്ളനോട്ടിനും കള്ളപ്പണത്തിനും എതിരെ BJPയുടെ നിലപാടിനെ ചോദ്യം ചെയ്യാൻ ഇതൊന്നും ആവശ്യമില്ല. അതിന് കള്ളനോട്ടൊന്നും ആവശ്യമില്ല. കാരണം അവർ നടത്തിയ നോട്ട് നിരോധനം എത്ര ഫാഴ്സായിരുന്നു, ദുരിതം ജനങ്ങൾക്ക് മാത്രമായിരുന്നു, ബാക്കി നാട്ടിനൊരു ഗുണമുണ്ടായില്ല എന്നുള്ളത് നമുക്കറിയാം. ഒരു കള്ളപ്പണവും കിട്ടിയില്ല, കള്ളനോട്ടും കിട്ടിയില്ല. അതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും അതിൻ്റെ കണക്ക് വന്നിട്ടില്ല എത്ര നോട്ട് കിട്ടിയെന്ന്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതൊക്കെ ഒരുതരം എന്താ പറയുക, ഒരു ഊതി വെറുപ്പിച്ച ബലൂൺ പോലെയുള്ള രാജ്യസ്നേഹമൊക്കെയാണ്. BJPയുടെ രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയുന്നില്ല. കാരണം അതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. നമുക്ക് ഈ വിഷയത്തിലേക്ക് വന്നാൽ, ഇപ്പോൾ ഞാൻ ശരിയാണ് പത്മകുമാർ പറഞ്ഞ പോലെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ച കൊടുങ്ങല്ലൂരിൽ കള്ളനോട്ട് അടിച്ചതാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെയൊന്നും ആവാനും സാധ്യതയില്ല. പക്ഷേ ഇവർക്ക് കൃത്യമായി അവിടെയാണ് ഈ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു കുഴപ്പമുള്ളത്. രാഷ്ട്രീയത്തിൽ ഓരോ പരിപാടി നടത്താൻ കുറേ പൈസ വേണം. ആ പൈസ ആര് മുടക്കുന്നുവോ അവർക്ക് പാർട്ടിയിൽ ആധിപത്യം കിട്ടും. അങ്ങനെയാണ് പൊതുവെ. അതിലൊരു മൊത്തം നടത്തിപ്പ് അവരായിരിക്കും. ചേട്ടൻ പേടിക്കേണ്ട, പൈസ ഞാൻ തന്നേക്കാം എന്ന് പറയും. അങ്ങനെയാണ് ഇവർ ഈ കാര്യങ്ങളുമായി നേതാക്കളുമായും അല്ലെങ്കിൽ ആളുകളുമായി അടുക്കുന്നത്. ഇപ്പോൾ കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ ശ്രീനാരായണപുരത്ത് 1 ലക്ഷം രൂപയുടെ ഒരു പരിപാടി, അതിന് വലിയ മയക്കും വലിയ സെറ്റുമൊക്കെ വെച്ച് വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നാച്ചുറലി പത്മകുമാറായാലും വരും. കാരണം വരാതിരിക്കില്ല. കാരണം 1 ലക്ഷം രൂപ എവിടെ നിന്ന് പിരിച്ചു എന്നൊന്നും അവിടെ ഒന്നും ചോദിക്കൊന്നുമില്ല. അവർ നടത്തും. അപ്പോൾ പിന്നെ അവർ ആ നല്ല പരിപാടി നന്നായി നടത്തി കുറേ ആളിലേക്ക് കൊണ്ടുവന്നു. ഇത് നമ്മുടെ രാഷ്ട്രീയത്തിലെ ഒരു ശീലമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ, നന്നായി പണമൊക്കെ ഇറക്കി പരിപാടി ചെയ്യുന്ന ആളുകളെ നേതാക്കൾക്കൊക്കെ ഇഷ്ടമായിരിക്കും. അങ്ങനെ ഒരു സംഘം ഉണ്ടാവും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ മഞ്ജുഷ പറഞ്ഞ ശരിയാണ്, ഇവർ വളരെ അത്യന്താധുനികമായ അന്താരാഷ്ട്ര നോട്ട് നിർമ്മാണമൊന്നുമല്ല ചെയ്തത്. പക്ഷേ ഇവർക്കുള്ളൊരു ഉറപ്പ് എന്താ? അവിടെ ഒരു കാര്യം, ഇവർക്കൊരു ഉറപ്പ്, എങ്ങനെയും തങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന തരത്തിൽ നേതൃത്വമുണ്ട്, ഞങ്ങൾ നേതൃത്വവുമായി അത്ര അടുപ്പമാണ് എന്ന ഉറപ്പാണ് പലർക്കുമുള്ളത്.
രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ അബ്ദുൽ ഖാദറും മഞ്ജുഷും ചോദിച്ചത് ഞാൻ വേറെ തരത്തിലാണ് ചോദ്യം ചോദിക്കുകയാണ്.